കെ മുരളീധരൻ തോറ്റാലും ജയിച്ചാലും കെ മുരളീധരൻ നിലപാടുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ്, ക്ലാരിറ്റിയുള്ള രാഷ്ട്രീയ നേതാവാണ്. ഇപ്പോൾ കോൺഗ്രസ് നേതാക്കളിൽ ഞാൻ കണ്ടിട്ടുണ്ട്, മുമ്പും സതീശനൊക്കെ ഇപ്പോൾ വന്നിട്ടുള്ള ആളുകളല്ലേ അങ്ങനെ പ്രസ്താവന. മുരളീധരൻ ഒരു വിഷയത്തെപ്പറ്റി സംസാരിച്ചാൽ അത് എല്ലാവർക്കും മനസ്സിലാവും. മാത്രമല്ല കുറുക്കിക്കൊള്ളുന്ന ഒരു ശൈലിയുണ്ട്. ഒരു പക്ഷേ അച്ഛൻ്റെ പാരമ്പര്യത്തിൽ നിന്ന് നേടിയതാവാം. പിന്നെ കൺഫ്യൂസ് ചെയ്യില്ല. മുരളീധരന് കൺഫ്യൂഷനില്ല. അത് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ സ്ട്രെയിറ്റ് ബുദ്ധി കൊണ്ടാവാം. അതുകൊണ്ടാണ് കോൺഗ്രസ് വിട്ടുപോകേണ്ടി വന്നതും പല അബദ്ധങ്ങളിലും അദ്ദേഹം ചെന്ന് ചാടിയിട്ടുണ്ട്. അത് വേറെ വിഷയം. ഏതായാലും ഇപ്പോൾ അദ്ദേഹം വട്ടിയൂർക്കാവിൽ മത്സരിക്കുന്നു എന്നാണ് നമ്മൾ കേൾക്കുന്ന വാർത്ത. വാർത്ത ശരിയാണെങ്കിൽ അതൊരു ധീരമായ തീരുമാനമാണ്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ നമ്മൾ കണ്ടപ്പോൾ പലരും ഇങ്ങനെ പല സ്ഥാനാർത്ഥി പട്ടികയുണ്ട്. കനകോലുവിൻ്റെയാണ്, കേന്ദ്രത്തിൻ്റെയാണ്, ജില്ലകളുടെയാണ് എന്നൊക്കെ പറഞ്ഞ് വരുന്നുണ്ട്. ഏതാണ്ട് എല്ലാ ജില്ലകളിലും ഒരു സീറ്റ് മുരളീധരനെ നീക്കി വെച്ച മാതിരിയാണ് ഞാൻ കണ്ടത്. ഗുരുവായൂർ സീറ്റിൽ വരും, തിരുവമ്പാടി സീറ്റിൽ വരും, കോഴിക്കോട് സീറ്റിൽ വരും, തൃശ്ശൂർ സീറ്റിൽ വരും. പല സീറ്റുകളും മുരളീധരന് വേണ്ടി നീക്കി വെച്ചിട്ടുണ്ട് എല്ലാ സ്ഥലത്തും. ഇതോടെയൊക്കെ മത്സരിക്കാൻ യോഗ്യനായ ഒരാൾ തന്നെയാണ്, സംശയമൊന്നുമില്ല. സ്ഥാനാർത്ഥി എന്ന നിലയിൽ യോഗ്യനാണ്. മുമ്പ് ഇപ്പോൾ ഒരു കാര്യം ഉറപ്പായി പറയാം, ശിവൻകുട്ടി വാചകമൊക്കെ അടിക്കണ്ടല്ലോ. ശിവൻകുട്ടി നേമത്ത് ജയിക്കാനുള്ള ഒരേ ഒരു കാരണം അവിടെ മുരളീധരൻ മത്സരിച്ചതാണ്. മുരളീധരൻ മത്സരിച്ച് ഒരു വലിയ വിഭാഗം BJP കിട്ടാവുന്ന വോട്ടുകൾ മുരളീധരൻ മറച്ചിട്ടുണ്ട്. അതുകൊണ്ട് ശിവൻകുട്ടി ജയിച്ചത്. ശിവൻകുട്ടി പോലും പറയാതിരിക്കില്ല. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അദ്ദേഹം വട്ടിയൂർക്കാവിലേക്ക് വരുന്നു. വട്ടിയൂർക്കാവ് അദ്ദേഹം ജയിച്ചിട്ടുള്ള മണ്ഡലമാണ്. പക്ഷെ അതൊരു പഴയ കാലം. മണ്ഡലം മാറിയെന്ന് എനിക്ക് തോന്നുന്നത്. എന്തായാലും വലിയ മാറ്റം വന്നു. അല്ലെങ്കിൽ മണ്ഡലത്തിൻ്റെ സ്വഭാവത്തിൽ മാറ്റം വന്നിട്ടുണ്ട്, രാഷ്ട്രീയ മാറ്റം വന്നിട്ടുണ്ട്. മണ്ഡലത്തിൻ്റെ അതിര് മാറിയിട്ടുണ്ടാവില്ല. മണ്ഡലത്തിൽ BJP വലിയ ശക്തിയായി. UDF 3-ാം സ്ഥാനത്തേക്ക് വന്നു. കഴിഞ്ഞ തവണ PS പ്രശാന്ത് 2 തവണയായി. ആദ്യ ഉപതെരഞ്ഞെടുപ്പിലും പിന്നീട് തെരഞ്ഞെടുപ്പിലും PS പ്രശാന്ത് ജയിക്കുന്നു. ഇടതുപക്ഷം അത് നിലനിൽക്കുന്നു. PS പ്രശാന്ത് ഇപ്പോഴും അവിടെ MLA ആണ്. ആ സ്ഥലത്തേക്കാണ് ഇദ്ദേഹം വരുന്നത്. അപ്പോൾ അതൊരു വലിയ വെല്ലുവിളി തന്നെയാണ്. ഇതിപ്പോൾ അദ്ദേഹം പെട്ടെന്ന് തീരുമാനിച്ച കാര്യമല്ല എന്ന് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ഇതിൻ്റെ തെരഞ്ഞെടുപ്പിൽ എന്താ പറയുക, നഗരസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അതിൻ്റെ മുഴുവൻ ചുമതലയും മുരളീധരനായിരുന്നു. മുഴുവൻ ചുമതലയും. അവിടെ ഇദ്ദേഹത്തിൻ്റെ മേയർ സ്ഥാനാർത്ഥിയാക്കി ശബരിനാഥിനെ കൊണ്ടുവരുന്നതും അവിടുത്തെ പ്ലാനിങ്ങും. കോൺഗ്രസ് വളരെ സംഘടനാപരമായി വളരെ ദുർബലമായൊരു സ്ഥലമാണ്. BJP വലിയ അടിച്ചുകയറ്റം നടത്തിയ സ്ഥലമാണ്. പക്ഷേ തെരഞ്ഞെടുപ്പിൽ ഭരണം പിടിച്ചില്ലെങ്കിലും CPM-കാർ പറയുന്ന പോലെയല്ല. CPM-കാർ പറയുന്നത് കോൺഗ്രസിൻ്റെ വോട്ട് പോയിന്ന. കോൺഗ്രസിന് 10-ൽ നിന്ന് 20ആയി കോൺഗ്രസിൻ്റെ സീറ്റ്. അപ്പോൾ കോൺഗ്രസിൻ്റെ വോട്ട് പോയോ കുറഞ്ഞോ എന്ന് എനിക്കറിയില്ല. എന്തായാലും കോൺഗ്രസിന് മാന്യമായ ഒരു തിരിച്ചുവരവിൻ്റെ വഴിയിലേക്ക് ഈ നഗരസഭാ തെരഞ്ഞെടുപ്പിലെത്തി. CPM-ന് നഷ്ടപ്പെട്ടതും കുറേ അതുകൊണ്ടാവാം, എനിക്കറിയില്ല. എന്തായാലും BJP ഭരണം പിടിക്കുന്നു. BJP ഭരണം പിടിച്ചത് കോൺഗ്രസ് കൊണ്ടാണ്. CPM-കാർ പറഞ്ഞ CPM-ന്റെ വോട്ട് എങ്ങനെ പോയി എന്നുള്ളത് CPM ആലോചിക്കണം. അത് ഞാൻ പറയുന്നില്ല. പക്ഷേ മുരളീധരൻ ഒരു ശക്തമായ നിലപാടെടുത്തു. ഒരുപക്ഷെ ജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും കോൺഗ്രസിൻ്റെ ഒരു തെളിവ് തിരിച്ചുവരവ് അവിടെ കണ്ടു. ഇനിയിപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവിൽ മത്സരിക്കുകയാണെങ്കിൽ ഈ വട്ടിയൂർക്കാവിലെ വോട്ടർമാർ സ്ഥിരമായി ഏതെങ്കിലും ഒരു പാർട്ടിക്ക് മാത്രം വോട്ട് ചെയ്യുന്നവരല്ല. അവർ സ്ഥാനാർത്ഥി, ജാതി, മതമൊക്കെ നോക്കും. അങ്ങനെ നോക്കി വരുമ്പോൾ ഇനി ആരാ BJPയുടെ സ്ഥാനാർത്ഥി എന്നും കൂടി അറിഞ്ഞാൽ മതി. സിറ്റിംഗ് MLA പ്രശാന്ത്, മുരളീധരൻ, BJPയുടെയും കരുത്തനായ സ്ഥാനാർത്ഥി. കാരണം അവരുടെ A ക്ലാസ് മണ്ഡലങ്ങൾ എന്ന് അവർ പറയുന്ന മണ്ഡലം. അങ്ങനെ വന്നാൽ ഇപ്പോൾ കുമ്മനം സാറ് വരുമെന്നറിയില്ല. കുമ്മനം വന്നില്ലെങ്കിൽ വേറെ ആരെങ്കിലും വരും. അങ്ങനെ വന്നാൽ ശക്തമായൊരു പോരാട്ടമുണ്ടാകും. അങ്ങനെ ശക്തമായൊരു ത്രികോണ പോരാട്ടം അവിടെ വരികയും സാധാരണഗതിക്ക് ഇപ്പോൾ ഞാൻ കണക്കാക്കുന്നത് UDF-ന്റെ മന്ത്രിസഭ വരുമെന്നൊരു പൊതുബോധം വന്നാൽ തിരുവനന്തപുരത്ത് സാധാരണ വോട്ടർമാർ മുരളീധരൻ മന്ത്രിയാവും എന്ന് പ്രതീക്ഷിക്കും. അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് കൂടി മുരളീധരനുണ്ട്. പ്രശാന്ത് മന്ത്രിയാവുന്ന യാതൊരു ഉറപ്പില്ല. LDF-ന് ഭരണം കിട്ടുന്ന ഉറപ്പില്ല. സ്വാഭാവികമായി UDF-ന്റെ ഭരണമാണ് വരുന്നതെന്നൊരു സംശയം തിരുവനന്തപുരംകാരാണല്ലോ ഈ പൾസ് ആദ്യം അറിയുന്നത്. അവരെ പെട്ടെന്ന് മാറ്റി വോട്ട് ചെയ്യും. തിരുവനന്തപുരം അങ്ങനെ വോട്ട് ചെയ്യുന്നവരാ. അതുകൊണ്ട് അവിടെ എല്ലാവരും ഇങ്ങനെ ഇപ്പോൾ BJP കിട്ടിയ വോട്ടൊക്കെ BJPയോടുള്ള എന്തോ ഹിന്ദു മത ആരാധന കൊണ്ട് കിട്ടിയൊന്നുമല്ല. ഒരുപക്ഷെ സ്ഥാനാർത്ഥികൾ പൊതുവെ 2 മുന്നണികളോടുള്ള ദേഷ്യം, ഇതൊക്കെയാണ് BJPയോട് ഉപയോഗിച്ചത്. അപ്പോൾ മുരളീധരൻ എന്നൊരു കാൻഡിഡേറ്റ് വരുമ്പോൾ കടുത്തൊരു ത്രികോണ പോരാട്ടത്തിലേക്ക് വട്ടിയൂർക്കാവ് മണ്ഡലത്തെ കൊണ്ടുവരാൻ കോൺഗ്രസിനും UDF-നും കഴിയും. അതായിരിക്കും അതിൻ്റെ റിസൾട്ട്. അന്തിമമായി ആര് ജയിക്കും എന്നുള്ളത് തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണുമ്പോൾ തന്നെ പറയാൻ പറ്റും.